ഒരു സംഭവം ഞാൻ പറയാം. രാജാ സാറിൻ്റെ റൗണ്ടല്ലേ ഇത്. രാജാ സാറിന് എനിക്ക് തോന്നുന്നു 80s 90s പീരീഡാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രിങ്സ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളാണ് ആ ഇരിക്കുന്നത്. പിന്നെ എണീറ്റ് നിൽക്കണം സാർ കേട്ടോ. സാക്ഷാൽ രാജാ സാർ കൊടുത്ത സ്കോറൊക്കെ അവിടെ നിന്ന് ഡയറക്റ്റ് വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കേരളത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ജോസ് കുട്ടി എന്നാണ് ആ അങ്കിളിൻ്റെ പേര് കേട്ടോ. മക്കളെ പറയൂ, ആ ഒരു എക്സ്പീരിയൻസ് കുഞ്ഞുങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യോ ജോസ് കുട്ടി? ഞാനൊരു 4 വർഷത്തോളം രാജ് സാറിന്റെ റെക്കോർഡിംഗ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. എനിക്കതിന് അവസരം ഉണ്ടാക്കി തന്നത് ദേവരാജ മാസ്റ്ററാണ്. ദേവരാജ മാസ്റ്ററിന്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ഇത് എത്ര വർഷം മുന്നേ ആയിരുന്നു ജോസ്? 92 ഞാൻ ജോയിൻ ചെയ്തത്. 96 വരെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഒരു 40 പേര് പടങ്ങൾ ഒരു വർഷം ചെയ്യണ ഒരു സമയമായിരുന്നു. തമിഴും തെലുങ്കുമായിട്ട് നിറച്ച് ഒരു 43 ചെയ്യണ്ടായിരുന്നു ആ 92 93 അപ്പോൾ സോങ് റെക്കോർഡിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസം 1.5 മാസത്തോളം സോങ് റെക്കോർഡിംഗ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ പ്രൊഡക്ഷൻകാരുടെ റീ റെക്കോർഡിംഗ് തുടങ്ങും. പിന്നെ ഒരു 2 മാസം റീ റെക്കോർഡിംഗ് തന്നെ ആയിരിക്കും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു ഫാക്ടറി ആയിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും സോങ് ഉണ്ടെങ്കിൽ കാലത്തൊരു പൂജ സോങ്, അതിന്റെ ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത സോങ്, അങ്ങനെ ഉണ്ടാവും. എല്ലാ ദിവസവും 2 സോങ് ഒക്കെ വെച്ചുണ്ടാവും. അങ്ങനെ പോകും. സോങ് റെക്കോർഡിങ്ങിന്റെ ദിവസം സാറ് എല്ലാവരും 7 to 1 ആണല്ലോ ഗോൾ ഷീറ്റ് ടൈം. എല്ലാവരും മ്യൂസീഷ്യൻസ് എല്ലാവരും 7 മണിക്ക് തന്നെ വരും. രാജ് സാറ് വന്നു കഴിഞ്ഞാൽ റൂമിലായിരിക്കും. റൂമിലിരുന്ന് ആ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ കമ്പോസ് ചെയ്ത് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 9-9:30 ഫുൾ സ്കോർ എഴുതി ഞാൻ ഹോളിലേക്ക് തരും. ഒരു 10 കോപ്പിയൊക്കെ കൊണ്ടുവരും. അതിനകത്തുനിന്ന് ഞങ്ങൾ ഫസ്റ്റ് വയലിൻ, സെക്കൻഡ് വയലിൻ, ചെല്ലോസ്, ബ്രാസ്, കുറെ പേരുണ്ടല്ലോ, കീബോർഡ്സ്, എല്ലാവരും അവരവരുടെ പാർട്ട് അതിൽ നിന്ന് ഇങ്ങനെ എഴുതിയെടുത്തിട്ട് സ്കോർ തിരിച്ചു മേടിച്ചോണ്ട് പോകും. സ്കോർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. പിന്നെ എല്ലാവരും റെഡിയായി സീറ്റിലിരുന്ന് കഴിയുമ്പോൾ രാജ് സാറ് വരും ഹോളിലേക്ക് വന്നിട്ട്. ട്രാക്ക് സിംഗർ ഉണ്ടാവും. ട്രാക്ക് സിംഗർ ഞാനുള്ളപ്പോ നമ്മുടെ സുന്ദരരാജൻ അണ്ണനായിരുന്നു, കൂത്തമ്പലത്തിൽ നിന്നുള്ള പാട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാട്ട് അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാ ദിവസവും തന്നന്നാ താനന്നാ താനാ താനന്നാ അങ്ങനെ ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തമിഴ് പാട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തബല ഋതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിനുശേഷം പിന്നെ ഫുൾ സോങ് ആയിട്ട് ഫുൾ ഓർക്കസ്ട്രയോട് കൂടി ഒരു 2 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യും ഫുൾ സോങ്. പിന്നെ രാജ് സാറ് കൺസോളിലോട്ട് പോകും. പുരുഷോത്തം ഉണ്ടായിരുന്നു, പുരുഷോത്തം ഡ്രമ്മർ, പുള്ളിയാണ് കണ്ടക്ട് ചെയ്ത് പാട്ട് എടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ പുരുഷോത്തം ഇല്ല. പിന്നെ വിജി മാനുവൽ കീബോർഡ്സിൽ, ഭരണി, ബെൻ സുരേന്ദ്രൻ, അങ്ങനെ 3 പേര് കീബോർഡിലുണ്ടായിരുന്നു. പിന്നെ നെപ്പോളിയനായിരുന്നു ഫ്ലൂട്ട്. പിന്നെ എസ് ബാലകൃഷ്ണൻ ഉണ്ടാവുമായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ 56 മ്യൂസീഷ്യൻസ് ഉണ്ട് മൊത്തം. 26 വയലിൻ തന്നെ ഉണ്ട്. 26 വയലിൻസ് ഉണ്ട്. ചെല്ലോ 3 ഡബിൾ ബേസ്. പിന്നെ ബ്രാസ് ഉണ്ടെങ്കിൽ 3 പേര് ബ്രാസിലുണ്ടാവും. പിന്നെ തബല സെക്ഷൻ ഒരു 10-12 പേരുണ്ടാവുമല്ലോ. പിന്നെ ഫ്ലൂട്ട് 2 പേരുണ്ടാവും. കീബോർഡ്സിൽ 3 പേരുണ്ടാവും. സരോജോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ സോങ് റെക്കോർഡിങ്. അത് കഴിഞ്ഞാൽ പിന്നെ രാജ് സാർ കൺസോളിലായിരിക്കും. പുള്ളി കണ്ടക്ട് ചെയ്ത്, പുരുഷോത്തം കണ്ടക്ട് ചെയ്ത് സോങ് എടുക്കും. 1 മണിക്കുള്ളിൽ സോങ് കംപ്ലീറ്റ് എല്ലാം തീരും. ഈ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഈ 1 മണിക്ക് ഇത്രയും സമയത്ത് അതിനകത്ത് തീർന്നിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ റീ റെക്കോർഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ റീ റെക്കോർഡിങ് പിന്നെ ഹോളിൽ വന്നിരുന്നാണ് ചെയ്യുക. അപ്പോൾ വന്ന് കാലത്തെ വന്നിരുന്നാൽ റീലിടാൻ പറയും. റീലിടുമ്പോൾ ഒരു ചെറിയ 40 പേജിൻ്റെ ബുക്ക് പോലത്തെ ഒരു ചെറിയ ബുക്കുണ്ട്. അതിൽ ഡ്യൂറേഷൻ, ടൈം കോഡ് എന്തൊക്കെ എഴുതിയെടുക്കും, ചെറുതായിട്ട് എഴുതി വയ്ക്കും. അതിനുശേഷം റീല് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാർമോണിയത്തിൻ്റെ മുകളിൽ മറ്റേ മ്യൂസിക് വെച്ച് എഴുതാൻ തുടങ്ങും. ഓരോ ബിറ്റുകളിങ്ങനെ ഫുൾ സ്കോറായിട്ട് എഴുതും. അങ്ങനെ എഴുതി ഞങ്ങളെല്ലാവരും പുറകിൽ പോയി നിന്ന് ഞങ്ങളുടെ പോർഷൻ എല്ലാവരും പോയിരുന്ന് എഴുതിയെടുക്കും. പോയി പുറകിൽ നിന്നുകൊണ്ട് എഴുതിയെടുക്കും. എല്ലാവരും സെറ്റായി കഴിയുമ്പോൾ ആ ഫസ്റ്റ് മ്യൂസിക്കിൻ്റെ താളം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 3, 4 അത്രേ ഉള്ളൂ. ആക്ഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം സിങ്കും ആയിരിക്കും. അല്ല, ഇത് ഫിലിമില്ലാതെ ആദ്യം ഒരു റൗണ്ട് നോക്കും. അടുത്തത് 3, 4 ആണെങ്കിൽ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. 1, 2 ഇത്രേ ഉള്ളൂ. അങ്ങനെ അടുത്ത ഓരോരോ മ്യൂസിക് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഫിലിം ഇട്ടുകൊണ്ട് ഒരു പ്രാവശ്യം അതിലേക്ക് അപ്ലൈ ചെയ്യും.
ഒരൊറ്റ മ്യൂസിക് പോലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനോ സസ്റ്റെയിൻ ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം പക്കായിരിക്കും. എല്ലാം സിങ്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ കൺസോളിലോട്ട് പോകും, പുരുഷോത്തം തന്നെ എടുക്കും. അങ്ങനെയൊക്കെയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. എന്റെ ഹരി ആ, ഷാനെ ഓ. ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആ. ഇവർക്കൊക്കെ വായിക്കേണ്ടത് അത് എഴുതി കൊടുക്കും. അതാണ്. അതൊക്കെ ഒരു നിവൃത്തിയില്ല, അത് അതൊരു ജന്മമാണ്. ജീനിയസ് ലെജൻഡ് ലെജൻഡ് വേറെ ലെജൻഡൊക്കെ മേലെ ഓ ഒരു വല്ലാത്ത സംഭവമാണ്. അയ്യോ താങ്ക് യു ജോസൂട്ടി. താങ്ക് യു കേട്ടോ, ഇത് പറഞ്ഞതിനൊരു വലിയ നന്ദി.